എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. IRB കോൺസ്റ്റബിൾ തസ്തിയിലേക്ക് ധാരാളം വേക്കൻസിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഹരിയാനയിലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇതൊരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. 10/9/2024 മുതൽ 24/9/2024 വരെ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് ഇല്ല. റിക്രൂട്ട്മെന്റിലേക്ക് വേക്കൻസി വന്നിരിക്കുന്നത് 4000 വേക്കൻസി മെയിൽ കോൺസ്റ്റബിൾ തസ്തിയിലേക്ക്, അത് ഹരിയാന പോലീസ് കോൺസ്റ്റബിളിലേക്കാണ്. അതിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 600 വേക്കൻസി ഫീമെയിൽ കോൺസ്റ്റബിളിലേക്കുണ്ട്. അതിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. 1000 പോസ്റ്റ് ഓഫ് മെയിൽ കോൺസ്റ്റബിൾ, 1000 മെയിൽ കോൺസ്റ്റബിൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലേക്കും വേക്കൻസി വന്നിട്ടുണ്ട്. അതിൽ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ അങ്ങനെ 5000-ൽ അധികം വേക്കൻസിയുടെ നോട്ടിഫിക്കേഷൻ ആണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഓൾ ഇന്ത്യ റിക്രൂട്ട്മെന്റ് ആണ്. കേരളത്തിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു അവസരമാണ്. ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് +2 ആണ് ക്വാളിഫിക്കേഷൻ. അത് മാത്രമല്ല 10ാം ക്ലാസ്സിൽ ഹിന്ദി ഒരു സബ്ജക്റ്റ് ആയിട്ട് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സാലറി സ്കെയിൽ 21,700 രൂപയാണ്. ലെവൽ 3 ആണ് സാലറി സ്കെയിൽ. കൂടാതെ യൂണിഫോം പോസ്റ്റ് ലഭിക്കുന്ന അലവൻസും കാര്യങ്ങളും എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ ഏജിന് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതല്ല. 18 മുതൽ 25 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിലേക്ക് ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് ആണ് ആദ്യം ഉണ്ടായിരിക്കുന്നത്. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കൽ ടെസ്റ്റ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് 2.5 കിലോമീറ്റർ റണ്ണാണ് 12 മിനിറ്റിൽ. ഫീമെയിലിന് 1 കിലോമീറ്റർ റണ്ണാണ് 6 മിനിറ്റിൽ. എക്സ് സർവീസ് മെന്നും 1 കിലോമീറ്റർ റണ്ണാണ് 5 മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പിന്നെ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. NCC ഉള്ളവർക്ക് മാർക്ക് ലഭിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സാമിനേഷന്റെ സിലബസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിലാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. ജനറൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, കറണ്ട് അഫയേഴ്സ്, ജനറൽ റീസണിങ്, മെന്റൽ ആപ്റ്റിറ്റ്യൂഡ്, ന്യൂമറിക്കൽ എബിലിറ്റി, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ആൻഡ് അതർ റിലവൻറ്റ് ഫീൽഡിലേക്കുള്ള സിലബസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. +2 ലെവലായിരിക്കും എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത് എന്നും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് അപേക്ഷിക്കുമ്പോൾ റിസർവേഷൻ ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ജനറൽ കാറ്റഗറിയുടെ വേക്കൻസിയിലെ നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപേക്ഷിക്കുക. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 24/9/2024 ഹരിയാനയിൽ വെച്ചാണ് നടക്കുന്നത്. ഹരിയാനയിലാണ് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അപേക്ഷിക്കാനുള്ള നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയതിനു ശേഷം തീർച്ചയായും അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അപേക്ഷിക്കുക. അപേക്ഷിക്കാനുള്ള ലിങ്ക്, നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടില്ലെങ്കിൽ മറക്കരുത്. അതുകൊണ്ട് എന്തെങ്കിലും സംശയം തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോബ് നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.